ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഹാപ്പിയസ്റ്റ് ഹോം മേക്കർ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പൈസി ബനാന ഫ്രൈ ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൊരു വെറൈറ്റി പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് മൈദമാവ്, അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, നല്ല നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, കനം കുറച്ച് അരിയണം. അതുപോലെ ഒത്തിരി പഴുത്ത പഴം പാടില്ല, ഒരു അധികം പഴുക്കാത്ത ഈ മൂപ്പിലുള്ള പഴമാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മൈദമാവിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂണോളം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം ചേർക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഒത്തിരി വെള്ളം പോലെ ആവരുത്, ഇങ്ങനെ ഉള്ളൊരു തിക്നെസ്സിൽ നമ്മൾ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കി പഴം പൊരിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ പഴം മുക്കി പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എപ്പോഴും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. എണ്ണയ്ക്ക് പകരം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഓരോ പീസസായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഓരോ പീസായും അത് നന്നായി കവർ ചെയ്ത് ഡിപ്പ് ചെയ്യണം. ഇത് ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് മുരിഞ്ഞ് തുടങ്ങിയപ്പോൾ നമുക്ക് ആദ്യം ഇട്ട പീസസ് മറിച്ചിട്ട് കൊടുക്കാം. മുരിയുമ്പോൾ ഇത് മറിച്ചിടാം. ഇത് ഓരോന്ന് സെപ്പറേറ്റ് മറിച്ചിടാൻ നോക്കാം.
നമുക്ക് വീണ്ടും മറിച്ചിടുക. 2 ഭാഷയും നന്നായി മൊരിഞ്ഞെടുക്കണം. ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ടേസ്റ്റി ബനാന ഫ്രൈ റെഡിയായി. നമുക്ക് ചൂടോട് കൂടി തന്നെ